കനത്ത മഴക്കെടുതിയാണ് പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. 8 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. ഈ മണിക്കൂറിൽ കേരളത്തിലെ 14 ജില്ലകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. നമുക്ക് നോക്കാം ഇപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു. 14 ജില്ലകളിലെയും മഴ മുന്നറിയിപ്പിന്റെ വിശദാംശങ്ങളിലേക്കാണ് പോകുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മഴക്കെടുതിയിൽ ഇന്ന് 3 പേരാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് വള്ളം മറിഞ്ഞ മത്സ്യത്തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായി. മരിയനാട് അർത്തിയിൽ പുരയിടത്തിൽ അലൂഷ്യസ് ആണ് മരിച്ചത്. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം വിവരങ്ങളുമായി ആദ്യം ചേരുന്നു. അഷിൻ ഡിയാഗോ, തിരുവനന്തപുരത്ത് നമുക്ക് തുടങ്ങാം. മഴക്കെടുതിയുടെ വിവരങ്ങൾ ജില്ലയുടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്? ഒരാളുടെ മരണവാർത്തയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു. എന്തായിരുന്നു സംഭവിച്ചത്? സുജ, നിലവിലിപ്പോൾ എല്ലാ ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് റെഡ് അലേർട്ട് എവിടെയും നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. 14 ജില്ലകൾക്കും മഴ മുന്നറിയിപ്പ് നൽകുമ്പോൾ 8 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ടും. മാത്രമല്ല തെക്കൻ കേരളത്തിലും തൃശൂർ, പാലക്കാട് ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിലക്കും മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള വിലക്കും തുടരുന്നുണ്ട്. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ ഇടവിട്ടുള്ള മഴയാണ് ഈ തെക്കൻ മേഖലയിലൊക്കെ രേഖപ്പെടുത്തുന്നത്. മലയോര മേഖലയിലും ഇത്തരത്തിൽ മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ കടലാക്രമണം ഈ ഒരു തിരുവനന്തപുരം മരിയനാട് വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മരിയനാട് അതിർത്തിയിൽ പുരയിടത്തിൽ അലൂഷ്യസ് ആണ് മരിച്ചത്. രാവിലെ 6-ന് അലൂഷ്യസ് ഉൾപ്പെടെ 6 പേരാണ് ഈ വള്ളത്തിൽ പുറപ്പെട്ടത്. കരയിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ശക്തമായ തിരയിൽ വള്ളം മറിയുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ നീന്തി കയറിയെങ്കിലും ഈ അലൂഷ്യസിന് നീന്തി കയറാൻ ആകാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇത്തരത്തിൽ മഴക്കെടുതികളും ഈ ഒരു കാലവർഷത്തിൽ ശക്തമാണ്. ഇന്നലെ ഒരു ഹോട്ടലിന്റെ മതിലിടിഞ്ഞു വീണ ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ കുറവങ്കുണത്തായിരുന്നു ആ ഒരു സംഭവം. ഇത്തരത്തിൽ ജില്ലയിലുടനീളം ചെറിയ രീതിയിലുള്ള മഴക്കെടുതികൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആകെ ഈ ഒരു അലൂഷ്യസിന്റെ മാത്രമാണ് ഒരു ശരി. അഷിൻ ഡിയാഗോയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.